ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ചെറിയ ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ നമ്മളിപ്പോൾ പുറത്തോട്ട് ടൗണിലേക്ക് പോവുകയാണ്. ടൗണിൽ പോയിട്ടുള്ള ഒന്ന് രണ്ട് ആവശ്യങ്ങളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഓർത്ത് അതൊരു ചെറിയ ഈവനിങ് വ്ളോഗായിട്ട് കാണിക്കാമെന്ന്. അപ്പോൾ അങ്ങനെ അനിക്കുട്ടിയാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുന്നത് നമ്മൾ ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഇതിപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ അല്ല, ഒരു 2-3 മാസം മുൻപ് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അങ്ങനെ ഫോണിൽ ഗാലറിയിൽ സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സമയത്താണ് കേട്ടോ ഈ വീഡിയോ കണ്ടത്. അപ്പോൾ ഓർത്തു അത് എഡിറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ പോകുന്നത് വണ്ടൂരിലേക്കാണ്. വാണിയമ്പലത്തെത്തി, ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇനി ഹോസ്പിറ്റലിൽ എത്തിയിട്ടുള്ള കാഴ്ചകൾ കാണാം കേട്ടോ. അപ്പോൾ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്നുള്ളൊരു പ്ലാനിങ് ഒന്നും ആദ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇൻട്രോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഹസ്ബൻഡ് ഇങ്ങനെ പറഞ്ഞത്, ഇതൊരു വീഡിയോ ആയിട്ട് എടുത്തോ, നമ്മൾ ഏതായാലും പുറത്ത് പോകുന്നതല്ലേ എന്ന് പറഞ്ഞപ്പോൾ എടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻട്രോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇതിലായിട്ട് അങ്ങനെ പറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. ഏതായാലും പറഞ്ഞതല്ലേ, അപ്പം ഇതൊരു ഈവനിങ് വ്ളോഗായിട്ട് എടുക്കാമെന്ന് ഓർത്ത് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൊരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടാവും. നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് ഇടണം കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്താനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിലും കമൻ്റായിട്ട് ഇടണം കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ എപ്പോഴൊന്നും പുറത്ത് പോകാറില്ല. എന്തെങ്കിലും അർജൻറ്റായിട്ടുള്ള കാര്യങ്ങളോ, അധികവും പുറത്തിറങ്ങുന്നത് ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നങ്ങനെ ഇറങ്ങിയത് കൊണ്ടൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് ഓർത്തിട്ടാണ്. ഹോസ്പിറ്റൽ ഏകദേശം എത്താറായിട്ടുണ്ട്. ഹോസ്പിറ്റലിൻ്റെ തൊട്ട് മുൻപിലായിട്ട് ഇപ്പോൾ ഒരു പുതിയ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു വരുന്ന വഴി നമുക്ക് അവിടെ കയറണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഹസ്ബൻഡ്. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ കറക്റ്റ് ലൊക്കേഷനിലെത്തി. വണ്ടൂർ ബൈപ്പാസ് റോഡിൽ സിയന്ന ഓഡിറ്റോറിയത്തിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള JMC ഡെൻ്റൽ ക്ലിനിക്കിലേക്കാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗായ്സ്, അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഒരു 6 മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഒരു 6:35 ആയപ്പോഴേക്കും നമ്മൾ കറക്റ്റ് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വണ്ടൂർ ഒരുപാട് ഡെൻ്റൽ ക്ലിനിക്ക് ഉണ്ട് കേട്ടോ. അതിൽ വെച്ച് ദ ബെസ്റ്റ് എന്ന് പറയാം JMC ഡെൻ്റൽ ക്ലിനിക്ക്. നമ്മൾ മുൻപും ഒരുപാട് തവണ പോയിട്ടുണ്ട്, ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. നല്ല ഹോസ്പിറ്റലും അതുപോലെ തന്നെ നല്ല ട്രീറ്റ്മെൻറ്റുമാണ് കേട്ടോ അവർ നമുക്ക് അവിടുന്ന് തരുന്നത്. അപ്പോൾ എൻ്റെ സിസ്റ്ററിലോ മുൻപ് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിസ്റ്ററിലോ വിളിച്ച് പറഞ്ഞതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കയറാനായിട്ട് പറ്റി. പിന്നെ ആ ഒരു സമയം ഒരു 6:30 ആയതുകൊണ്ട് വലിയൊരു വലിയ പേഷ്യൻസിൻ്റെ തിരക്കുള്ള ടൈമായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഡോക്ടറിനെ കയറി കണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് സഫ്വാൻ ഡോക്ടറും വൈഫ് ഷെറിൻ ഡോക്ടറും കൂടെ ചേർന്നിട്ടാണ് ഈ ക്ലിനിക്ക് നടത്തുന്നത്. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഹോസ്പിറ്റലിൻ്റെ തൊട്ടപ്പുറത്ത് ബൈപ്പാസ് റോഡിൽ തന്നെയുള്ള മാഷ്വി എന്ന് പറയുന്നൊരു പുതിയ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. അങ്ങോട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. മാഷ്വിയിലെ സ്പെഷ്യൽ ഫുഡ് എന്ന് പറയുന്നത് മസാല ഷവായയാണ്. അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ വന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഉള്ളിലൊക്കെ ഒന്ന് കയറി നോക്കാം. ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. ഞാനിതിന് മുൻപ് മസാല ഷവായ കഴിച്ചിട്ടില്ല. ഞാനും കഴിച്ചിട്ടില്ല, മോനും കഴിച്ചിട്ടില്ല. ഹസ്ബൻഡ് മുൻപ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇത് കഴിക്കാനായിട്ട് പോകുന്നത്.
അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ. മോൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്ലാസ്സിൽ നിന്ന് ആരൊക്കെയോ അവർ വന്ന് കഴിച്ച് പോയവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു ബിൽഡപ്പിൻ്റെ പുറത്താണ് കേട്ടോ നമ്മളിത് കഴിക്കാൻ ഓർത്തിട്ട് അവിടെ കയറിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും നമുക്ക് പുറത്തെ വ്യൂ കിട്ടുന്ന ഒരു സീറ്റിൽ ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് റോഡ് സൈഡിൽ നിന്നുള്ള വ്യൂ ഒക്കെ കിട്ടുന്ന ഒരു സ്പേസിലാണ് നമ്മൾ ഇരുന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി ഫുഡിന് വേണ്ടിയിട്ടുള്ള കട്ട വെയിറ്റിംഗ് ആണ്. ഭയങ്കര എക്സ്പെക്റ്റേഷനൊക്കെയാണ് മനസ്സിൽ, അടിപൊളിയായിരിക്കും എന്നൊക്കെ ഉള്ളത്. തിരിച്ചുള്ള അനുഭവമായിരിക്കും ഉണ്ടാവുക എന്നുള്ളൊരു പേടിയുണ്ട്. എന്തായാലും നമ്മുടെ ഫുഡ് വന്നു, അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ മോൾക്ക് നമ്മൾ നോൺ വെജ് കൊടുക്കാറുണ്ട്, പക്ഷേ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മന്തി റൈസൊന്നും കൊടുത്തു തുടങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ അവൾക്ക് അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന സാലഡ്, കുക്കുമ്പറും ക്യാരറ്റും കൊടുത്തു, വേറെ ഒന്നും കൊടുത്തില്ല കേട്ടോ. എന്തായാലും അടിപൊളി മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഐറ്റമാണ് കേട്ടോ. അവിടുന്ന് കഴിച്ചതിന് ശേഷം നമ്മൾ ഇറങ്ങി. ഇനി നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പോൾ വണ്ടൂർ ഈ ഭാഗത്ത് കൂടെ വരുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നാഷ്വിൽ പോയിട്ട് അവിടുത്തെ മസാല ഷവായ ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് താങ്ക് യു സോ മച്ച്.